നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിന്റെ നഗരസഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥികളോട് 3 ചോദ്യങ്ങൾ, അതിനുള്ള മറുപടി. മത്സരിക്കുന്ന വാർഡിനും നഗരത്തിനുമായി അവർക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നു. വാർഡ് 22 മാറാടി UP സ്കൂൾ. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി രംഗത്തു വന്ന വാർഡ് എന്ന നിലയിൽ കൗതുകമുണർത്തിയ വാർഡാണ് മാറാടി UP സ്കൂൾ. മുൻപ് UDF കൗൺസിലറായിരുന്ന ജയകൃഷ്ണൻ നായരാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആദ്യം രംഗത്ത് വന്നത്. സിറ്റിംഗ് കൗൺസിലർ UDFിലെ ബിന്ദു ജയനും LDF സ്വതന്ത്രനായി വിജയൻ തട്ടായത്തുമാണ് മത്സര രംഗത്തുള്ളത്. ശ്രദ്ധേയമായ മത്സരങ്ങളിലൊന്നാണ് ഇവിടുത്തേതും. ഏകദേശം 800 വോട്ടർമാരാണ് ആകെയുള്ളത്. സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ നേരിയ മുൻതൂക്കമുണ്ട്. സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറി, എവനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ വീട്ടൂർ ആൻഡ് കബനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്. എൻ്റെ വാർഡിൽ 4 കോളനികളുണ്ട്. ആ കോളനിയിലെ കുടുംബങ്ങളുടെ അടിസ്ഥാന വികസനത്തിനായും അവരുടെ ഉന്നമനത്തിനായും ഞാൻ പ്രവർത്തിക്കും. എന്നും അവരോടൊപ്പം ഉണ്ടാകും. ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് വയോജനങ്ങൾ എൻ്റെ വാർഡിലുണ്ട്. അവരുടെ എല്ലാം ഉന്നമനത്തിനായും അവർക്ക് കൈത്താങ്ങായും കൂട്ടായും ഞാൻ കൂടെ ഉണ്ടാകും. മാറാടി UP സ്കൂൾ എൻ്റെ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. 140ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ആ സ്കൂളിൻ്റെ വികസനത്തിനായി മുൻകാലത്തെ പോലെ തന്നെ സ്കൂളിൻ്റെ സമഗ്ര വികസനത്തിനായി എന്നും ഞാൻ കൂടെ ഉണ്ടാകും. മാറാടി UP സ്കൂളുകാരനെ സംബന്ധിച്ച് പാവപ്പെട്ട ഒത്തിരി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് മാറാടി UP സ്കൂൾ വാർഡ്. ഒത്തിരി വീടില്ലാത്തവരുണ്ട്. ഞാൻ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്നത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അജണ്ട. നമുക്ക് വെട്ടം, വെളിച്ചം, വഴി സൗകര്യങ്ങൾ വളരെ തന്നെ കുറവുള്ള ഒരു വാർഡായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂവാറ്റുപുഴ പോകണമെങ്കിൽ ഈ കുഴിയും കട്ടറും ചാടി മാത്രമേ നമുക്ക് ഈ വഴിക്ക് പോകാൻ സാധിച്ചിട്ടുള്ളൂ. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ 22ാം വാർഡായ നമ്മുടെ ഭാഗത്ത് കുണ്ടും കുഴിയും നിറഞ്ഞു നിൽക്കുന്ന റോഡുകളും അതുപോലെ തന്നെ ശുചിത്വമില്ലായ്മ കൊണ്ട് തന്നെ ചാക്കുകെട്ടും ഈ വേസ്റ്റും കിടക്കുന്ന ആ ഒരു പ്രവണതയും ദൈനംദിനം കൂടി വരുന്ന സാഹചര്യവും കൂടി ഇതിൽ കാണുന്നുണ്ട്. മാറാടി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ബാക്കി വർക്കുകൾ ഇനി ചെയ്യാനുണ്ട്. അത് ഞാൻ ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ളത് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ഇട്ടുണ്ണാൻ പാടശേഖരത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. മൂവാറ്റുപുഴ നഗരസഭയിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പാടശേഖരമാണ് ഇട്ടുണ്ണാൻ പാടശേഖരം. അവിടെ ഇട്ടുണ്ണാൻ പാടശേഖരം പൂർണ്ണമായും കൃഷി ചെയ്യുന്നതിന് വേണ്ട അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യും. മുറിക്കൽ ബൈപ്പാസ് 22ാം വാർഡിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ സമീപത്തുള്ള വള്ളക്കാലി മഞ്ചേരിപ്പടി റോഡ് മുറിക്കൽ ബൈപ്പാസിൻ്റെ ലിങ്ക് റോഡ് ആക്കുകയാണെങ്കിൽ മൂവാറ്റുപുഴയുടെ സമഗ്ര വികസനത്തിന് ഒരു മുതൽക്കൂട്ടാകും. വാർഡിൽ ഒത്തിരി നിർധനരായ രോഗികളുണ്ട് എൻ്റെ വാർഡിൽ. ആ രോഗികളെ, കാരണം ക്യാൻസർ രോഗികളായിട്ടുള്ളവരുണ്ട്, അവർക്ക് വേണ്ട മരുന്നുകൾ കാരണം നഗരസഭയുടെ പദ്ധതിയിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ നഗരസഭ നടപ്പാക്കുന്ന മരുന്നുകൾ കൊടുക്കുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതി മുഖേന ക്യാൻസർ രോഗികൾക്ക് ആശുപത്രിയിൽ നിന്നും കിട്ടാത്ത മരുന്നുകൾ അത് നമ്മുടെ പദ്ധതിയിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഉള്ളത് ഡയാലിസിസ്. നമുക്ക് നഗരസഭ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി രോഗികളുണ്ട്. അവർ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് അവർ കൂലിപ്പണി എടുത്ത് ജീവിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള മരുന്നിനുള്ള പണം കണ്ടെത്താൻ കഴിയുന്നില്ല. അവരെ സഹായിക്കുക. അതുപോലെ തന്നെ മാറാടി UP സ്കൂള് 75 വർഷം പഴക്കമുള്ള സ്കൂളാണ്. ഇപ്പം നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ആ സ്കൂളിന് പുതിയൊരു കെട്ടിടം നിർമ്മിക്കുക. ഇതെല്ലാമാണ് എൻ്റെ അടുത്ത കാലത്തേക്കുള്ള വാർഡിനെ സംബന്ധിച്ച് എനിക്ക് ചെയ്യാൻ കഴിയേണ്ട അത്യാവശ്യ കാര്യങ്ങൾ. ക്യാൻസർ രോഗം പിടിപെട്ടും അതുപോലെ തന്നെ കുടുംബനാഥൻ ഇല്ലാതെയും ദൈനംദിന ജീവിതത്തിൽ ജീവിക്കാൻ പോലും മാർഗമില്ലാത്തവർ വാടക കൊടുത്ത് ജീവിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അവർക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റി 22ാം വാർഡിൽ തന്നെ സർക്കാർ പതിച്ച് പുറമ്പോക്കായി കിടക്കുന്ന ഭൂമിയിൽ ഈ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് 50ഓളം കുടുംബാംഗങ്ങൾക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് നമുക്കതിൽ താമസിപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് സർക്കാരിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യാൻ സാധിക്കണം. മുനിസിപ്പാലിറ്റി അധീനതയിൽ കിടക്കുന്ന 4 കോളനികൾ ഉൾപ്പെടുന്ന ഈ വാർഡിൽ അവർക്ക് വേണ്ടതായ അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് ജീവിത സാഹചര്യം അവർക്ക് വർദ്ധിച്ചു വരുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ പദ്ധതിയും ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കും, തീർച്ചയായും ശ്രമിക്കും. അതുപോലെ തന്നെ ഞാൻ ഉൾപ്പെടുന്ന കൃഷി ഉണ്ട്. ഇവിടെ ഇട്ടുണ്ണാൻ പാടശേഖരമുണ്ട്.
മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഉള്ള ഏക കുടുംബ പാടശേഖരമാണ്. അതിലേക്ക് വേണ്ടതായ 20ഓളം കുടുംബങ്ങൾ അതിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടതായ തോട് സംരക്ഷിച്ചും തോട് കെട്ടിയും നിർമ്മാണം പൂർത്തിയാക്കി കൃഷി ചെയ്യാനുള്ള അവസരം കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ കുടുംബങ്ങളിലും സർക്കാരിൻ്റെ ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് വിഷരഹിത പച്ചക്കറിക്ക് വേണ്ടതായ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും വളങ്ങളും നിർമ്മിച്ച് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. മൂവാറ്റുപുഴ ഒരു ജില്ലയായും നല്ലൊരു നഗരമായും മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. മൂവാറ്റുപുഴയുടെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട്, കാരണം നമ്മൾ ഒരു വ്യക്തിയല്ല, അതിൽ സമൂഹത്തിലുള്ള എല്ലാവരും കൂടി അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് മൂവാറ്റുപുഴ എങ്ങനെ ഈ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖല എത്ര മനോഹരമാക്കാം, അതിനൊരു മാസ്റ്റർ പ്ലാൻ നഗരസഭ ഒറ്റക്കെട്ടായിട്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. 25 വർഷം കഴിയുമ്പോൾ മൂവാറ്റുപുഴ നഗരം ശരിക്കും ജില്ലയായി പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളത്ത് വേണ്ടതായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി മൂവാറ്റുപുഴ ആയിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും അഭിപ്രായവും. വാർഡിലെ 4 കോളനികളുടെ വികസനം, വയോജനങ്ങൾക്ക് സഹായം എത്തിക്കൽ, മാറാടി UP സ്കൂളിന്റെ വികസനം എന്നിവയാണ് ബിന്ദു ജയൻ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളായി പറയുന്നത്. വീടില്ലാത്തവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനാണ് ജയകൃഷ്ണൻ നായരുടെ മുൻഗണന. റോഡ്, വെളിച്ചം, മാലിന്യമുക്തമായ വൃത്തിയുള്ള നിരത്തുകൾ എന്നിവയിലാണ് വിജയൻ തട്ടായത്തിന്റെ ശ്രദ്ധ. അടുത്ത 5 വർഷങ്ങളിൽ ബിന്ദു ജയൻ മാറാടി UP സ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിനും ഇട്ടുണ്ണാൻ പാടശേഖരത്തിലെ കൃഷിക്കാവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും വള്ളക്കാലിൽ മഞ്ചരിപ്പടി റോഡ് മുറിക്കല് ബൈപ്പാസിന്റെ ലിങ്ക് റോഡ് ആക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. രോഗികൾക്കും വീടില്ലാത്തവർക്കും വീട്, തൊഴിൽ നൽകാൻ പദ്ധതി, ഇട്ടുണ്ണാൻ പാടശേഖരം പൂർണ്ണമായും കൃഷി ചെയ്യാൻ പാകത്തിലാക്കുക, വീട്ടിൽ ഒരു മുറം പച്ചക്കറി എന്നിവയാണ് വിജയന്റെ 5 വർഷ പരിപാടികൾ. രോഗികൾക്ക് മരുന്ന്, ഡയാലിസിസ് രോഗികൾക്ക് സഹായം, മാറാടി UP സ്കൂളിന് പുതിയ കെട്ടിടം എന്നിവയാണ് ജയകൃഷ്ണന്റെ പദ്ധതികൾ. അടുത്ത 25 വർഷങ്ങൾക്ക് ശേഷം ബിന്ദുവും വിജയനും മൂവാറ്റുപുഴ ജില്ല യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ ഒരേ മനസ്സാണ്. നഗരസഭയ്ക്ക് വിശദമായ മാസ്റ്റർ പ്ലാൻ വേണമെന്ന നിലപാടാണ് ജയകൃഷ്ണന്റേത്. 22ാം വാർഡിലെ സ്ഥാനാർത്ഥികളാണ് അവരുടെ ആശയങ്ങൾ വ്യക്തമാക്കിയത്. മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികളോടൊപ്പം വീണ്ടും കാണാം. നന്ദി. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറി, എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ വീട്ടൂർ ആൻഡ് കബനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്.